everyone, welcome to Chalk Dreams. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTET എക്സാമിനെ കുറിച്ചാണ്. എന്താണ് KTET എക്സാം? KTET എന്നത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി കേരള പരീക്ഷാ ഭവൻ നടത്തുന്ന യോഗ്യതാ പരീക്ഷയാണിത്. KTET പരീക്ഷ എത്ര തരം? KTET 4 വിഭാഗങ്ങളിലായാണ് പരീക്ഷ നടത്തുന്നത്. ആദ്യത്തേത് കാറ്റഗറി 1 ലോവർ പ്രൈമറി അഥവാ LP വിഭാഗം അധ്യാപകരായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി നടത്തുന്ന യോഗ്യതാ പരീക്ഷയാണ് KTET കാറ്റഗറി 1. കാറ്റഗറി 2 അപ്പർ പ്രൈമറി അഥവാ UP വിഭാഗം അധ്യാപകരായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി നടത്തുന്ന യോഗ്യതാ പരീക്ഷയാണിത്. കാറ്റഗറി 3 ഹൈസ്കൂൾ വിഭാഗത്തിനായി നടത്തുന്ന യോഗ്യതാ പരീക്ഷയാണ്. കാറ്റഗറി 4 സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, അതായത് കല, കായികം, വിവിധ തരം ഭാഷാ അധ്യാപകർ എന്നിവർക്കായി നടത്തുന്ന യോഗ്യതാ പരീക്ഷയാണ് കാറ്റഗറി 4. പരീക്ഷയുടെ വിശദാംശങ്ങൾ. ഓരോ വിഭാഗത്തിനും 150 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉള്ളത്. 2.5 മണിക്കൂറാണ് സമയം. ഓരോ ശരിയായ ഉത്തരത്തിനും ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുക. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. പരീക്ഷയുടെ യോഗ്യതാ വിശദാംശങ്ങൾ നോക്കാം. കാറ്റഗറി 1 DLED അഥവാ TTCയും +2 ആണ് ഇതിന്റെ യോഗ്യത. കാറ്റഗറി 2 ഡിഗ്രിയും DLED അഥവാ TTCയോ BEDോ കഴിഞ്ഞവർക്ക് ഇത് അപേക്ഷിക്കാം. കാറ്റഗറി 3 ഡിഗ്രിയോടൊപ്പം BED കഴിഞ്ഞവർക്ക് ഇത് അപേക്ഷിക്കാം. കാറ്റഗറി 4 നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഏജ് ലിമിറ്റ്, ഇതിന് പ്രായപരിധിയില്ല. ഒരാൾക്ക് ഒട്ടേറെ തവണ പരീക്ഷ എഴുതാൻ സാധിക്കും. ഇനി യോഗ്യതാ മാർക്കിനെ കുറിച്ച് നോക്കാം. 60% അഥവാ 90 മാർക്ക് നേടുന്നവരാണ് KTET യോഗ്യത നേടുന്നത്. SC, ST, OBC, PH എന്നീ വിഭാഗക്കാർക്ക് 55% അഥവാ 82 മാർക്ക് നേടുന്നവർ KTET യോഗ്യത നേടുന്നതാണ്. KTET സർട്ടിഫിക്കറ്റിന് ലൈഫ് ടൈം വാലിഡിറ്റിയാണ് ഉള്ളത്. സാധാരണയായി വർഷത്തിൽ 2 തവണയാണ് KTET പരീക്ഷ നടത്തുന്നത്. ജൂണിലും ഡിസംബറിലുമായാണ് പരീക്ഷാ വിജ്ഞാപനം വരുന്നത്. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. SC, ST, PH വിഭാഗത്തിന് 250 രൂപയാണ്. ഓരോ കാറ്റഗറിയിലും ഉൾപ്പെടുന്ന വിഷയങ്ങളും ആ വിഷയങ്ങൾ എത്ര മാർക്ക് വീതമാണെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.